തത്രൈവ വേഗാലവതരിച്ചിടിനാ. അയോധ്യ നഗരം ഭവതിക്കിഷ്ടമായോ? ആര്യപുത്ര, അങ്ങുള്ളത് എവിടെയാണോ ആ ദേശമെല്ലാം ഈയുള്ളവൾക്ക് ഇഷ്ടദേശമാണ്, പ്രിയങ്കരമാണ്. പക്ഷേ ഈ ദിനങ്ങളിൽ ഭവതിയുടെ മുഖത്ത് നേർത്തൊരു കാളിമ കാണുന്നുണ്ടല്ലോ. ഈ രാമനത് കണ്ടാൽ തിരിച്ചറിയാനാകും ദേവി. അത് ചിലപ്പോൾ മാണ്ഡവിയും ശ്രുതകീർത്തിയും ഒപ്പമില്ലാത്തതിൻ്റെ വിഷമമായിരിക്കും പ്രഭു. ഇത്രനാളും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നില്ലേ? പെട്ടെന്നൊരു നാൾ അവർ കേകയത്തേക്ക് പോയപ്പോൾ ഒരു ചെറിയ സന്താപം, അതാണ് അങ്ങീ മുഖത്ത് വായിച്ചത്. എങ്കിൽ ദേവിയുടെ ഈ മുഖം കൂടുതൽ വാടും. ഇനിയും ചിലരെ ദേവിക്ക് വിട്ടുപിരിയേണ്ടി വരും. അതൊക്കെ താങ്ങാൻ എൻ്റെ ഈ ഭൂമിപുത്രി കരുത്താർജിക്കേണ്ടതുണ്ട്. അങ്ങ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുണ്ട്, ഈ ലോകത്ത് എന്തും ഞാൻ ഉപേക്ഷിക്കും, മറ്റാരെയും പിരിയും, അങ്ങേ ഒഴികെ. അങ്ങയോടൊപ്പം കഴിയേണ്ടി വരുന്നത് കാട്ടിലായാലും കടലിലായാലും ഞാൻ സന്തുഷ്ടയായിരിക്കും. നാരായണ 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 നാരായണ. മഹർഷി, അങ്ങ് ഇത് എവിടെ നിന്ന് പൊട്ടി വീണു? നാരായണ നാരായണ. എങ്ങനെ? നാരായണ നാരായണ. എപ്പോ? നാരായണ നാരായണ. എവിടെ നിന്ന് വന്നു ചേർന്നു? നാരായണ മുകുന്ദ ശൗരേ, നാരദന് വരാനും പോകാനും വാഹനം ആവശ്യമില്ലെന്ന് അങ്ങക്ക് അറിവുള്ളതല്ലേ? അറിയാം മഹർഷി. അങ്ങയുടെ മഹത്വവും ദിവ്യത്വവും ഒരുപാട് കേട്ടിരിക്കുന്നു. വ്യോമമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അങ്ങ് ദേവഗേഹങ്ങൾ സന്ദർശിക്കുന്ന ദേവർഷിയല്ലേ? ആ മാർഗലക്ഷ്യങ്ങളൊക്കെ വെടിഞ്ഞ് എന്തേ ഈ അയോധ്യാപുരിയിൽ? ദേവദേവൻ അയോധ്യയിൽ വന്ന് അവതരിച്ചാൽ നാരദൻ മറ്റെവിടെയാണ് പോകേണ്ടത് ഭഗവാനെ? മഹർഷി വിശ്രമിച്ചാലും ഞാൻ അങ്ങയ്ക്ക് അർഘ്യപദ്യാദികൾ ഒരുക്കാം. നാരായണ നാരായണ. ഇതാ പൂജാമൂർത്തന്റെ മുന്നിലുള്ളപ്പോൾ നാരദന് അർഘ്യപൂജാദികൾ ആവശ്യമില്ല ദേവി. എങ്കിൽ പറയൂ മഹർഷി, എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശ്യം? പറയാം. ഞാനിപ്പോൾ സത്യലോകത്ത് നിന്ന് വരികയാണ്. പിതാവും സൃഷ്ടാവുമായ ബ്രഹ്മദേവന്റെ ദൗത്യമാണ് എന്നെ ഇപ്പോൾ അയോധ്യയിൽ എത്തിച്ചത്. മഹാത്മൻ ലോകമായിൽ മുഴുകി കാലം കഴിക്കുമ്പോൾ അങ്ങ് ലോകപാലകനായി നാരായണന്റെ അവതാരമാണ് സത്യം, മറക്കാതിരിക്കണം എന്ന് ബ്രഹ്മദേവൻ ഓർപ്പിക്കുന്നു. ഇല്ല മഹർഷി, ഞാനൊന്നും മറക്കുന്നില്ല. പക്ഷേ ലൗകിക വൃത്തനാകുമ്പോൾ അതിനു വേണ്ടുന്ന കാമനകളിൽ അഭിരമിക്കുന്നു. കേവലനായ മനുഷ്യനാകുന്നു. അത് അനിവാര്യമാണ് മഹർഷി. തീർച്ചയായും. പിന്നെ ബ്രഹ്മദേവൻ മറ്റൊന്നും കൂടി ഓർപ്പിക്കുന്നു, അങ്ങയുടെ അവതാര ദൗത്യത്തെ കുറിച്ച്, രാവണ നിഗ്രഹത്തെ കുറിച്ച്. അതേ മഹർഷി, അതിനുള്ള സമയം അടുത്തു വരുന്നുണ്ട്. അതിനു വേണ്ട സാഹചര്യങ്ങളും തെളിഞ്ഞു വരുന്നുണ്ട്. എല്ലാം ദൈവനിശ്ചയപ്രകാരം നടക്കും. ഏതാനും ദിവസത്തിനകം അതിന്റെ നാന്തി ഉണ്ടാകുമെന്ന് ബ്രഹ്മദേവനെ അറിയിച്ചാലും. അങ്ങയുടെ വാക്കുകൾ അതേപടി ഞാൻ വിധാതാവിനെ അറിയിക്കുന്നതായിരിക്കും. മഹാത്മൻ ജയിച്ചരുളുക. ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്ത് വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്ത് ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാ.